ഹലോ. അപ്പോൾ ഉച്ച കഴിഞ്ഞിട്ടുള്ള ഓട്ടത്തിന് വേണ്ടി ഇറങ്ങേണ്ട നിസ്കാരം കഴിഞ്ഞ് ഇപ്പം 4:10 അപ്പോൾ ഉച്ച കഴിഞ്ഞ് ഇപ്പോൾ റാപ്പിഡും യൂബറൊക്കെ ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഓടാൻ ഇറങ്ങിയാണ്. അപ്പോൾ നമ്മുടെ ഇവനെ ഞാൻ ഇന്ന് പെട്രോൾ അടിക്കാൻ കൊണ്ടുപോകാമെന്ന് ഓർത്താണ് നിന്നത്. കുറച്ച് നേരം കഴിഞ്ഞിട്ട് അടിച്ചും കൊണ്ട് വരാമെന്ന് ഓർത്ത്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും നാളെ സ്കൂളിൽ പോകുമ്പോൾ പോണ വഴിക്ക് അടിക്കാമെന്ന് ഓർത്ത്. അപ്പോൾ 2-3 ദിവസമായാലും ഇവനെ കൊണ്ടുവന്ന് ഇട്ടിട്ട് ഇവിടെ. അപ്പോൾ ഒന്ന് സ്റ്റാർട്ടാക്കി ഇടാം. ഇടയ്ക്ക് സ്റ്റാർട്ടാക്കലുണ്ട്. അപ്പോൾ ഒന്ന് സ്റ്റാർട്ടാക്കി ഇടാമെന്ന് ഓർത്തിട്ടെ. ഇതിപ്പോൾ ഓട്ടം പോകാറില്ല, ഇപ്പോൾ കുറവാണ് കേട്ടോ. ഓട്ടം എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ അധികം ഇതാക്കാറില്ല. കാരണം വെച്ചാൽ ആരും അത്യാവശ്യം വിളിച്ചാൽ പോവും, അങ്ങനെയൊക്കെയാണ് പോകണുള്ളൂ. എന്നാലും ഓട്ടം ഉണ്ടിട്ട് ഇതിന് ഓട്ടം ഇല്ലായികയൊന്നുമില്ല. അത്യാവശ്യം ഓട്ടം പോകാറുണ്ട്. പിന്നെ ഇപ്പോൾ ഒരു 1.5-2 ആഴ്ചക്ക് മേളിലായി. 2 ആഴ്ചയല്ല, കഴിഞ്ഞൊരു മാസമായിട്ട് ഓട്ടം കുറവാണ്, പോയിട്ടില്ല പൊതുവെ. അപ്പോൾ ഓട്ടോറിക്ഷ എടുത്താനോട് ഞാൻ കൂടുതലും ഓട്ടോറിക്ഷയിൽ തന്നെയാണ് പോവാറ്. ഇപ്പോൾ ഇവനാരെങ്കിലും അത്യാവശ്യം വിളിച്ചാൽ മാത്രമേ പോവുള്ളൂ. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 പേരൊക്കെ വേണം, എന്നാലാണ് നമുക്ക് പോകാൻ പറ്റുള്ളൂ, വിളിച്ചാൽ പോകാൻ പറ്റുള്ളൂല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളങ്ങനെ ചെറിയ ട്രിപ്പ് എടുക്കാറില്ല. ഇതിൽ വലിയ ട്രിപ്പ് എടുക്കാറുള്ളൂ. അപ്പോൾ അവനൊന്ന് സ്റ്റാർട്ടാക്കിയിട്ടേക്കാണ് ഇവിടെ. അപ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് വന്ന വഴിക്ക് പറവൂക്കാലൊക്കെ വെച്ചിട്ട് ഒരു ഓട്ടോ അടിച്ചിട്ടാണ്. ലോക്കലാണ്, ആലുവക്കാണ്. അപ്പോൾ അത് അവരെ കൊടുത്തേക്കണേ കേട്ടോ. ഡ്രോപ്പ് ചെയ്തത് രാജധാനി പിസ്സ ഹട്ട്, ആലുവയിൽ പുളിഞ്ചോടുക. നമുക്കിപ്പോൾ ആലുവയിൽ കിടന്നു കഴിഞ്ഞപ്പോഴേ ആലുവയിൽ നിന്ന് ട്രിപ്പ് അടിച്ചത് നമ്മുടെ വെളിയത്തനാടാണ് കേട്ടോ. വെളിയത്തനാട് മില്ലോടിക്കാൻ താഴത്തോട്ട്, അതായത് വയലോടത്തോട്ട് പോണ വഴിക്കാണ്. അതായത് ആ വഴി അങ്ങനെ അങ്ങോട്ട് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അമ്മായിയുടെ വീടാണ്. അവിടെ മാമ സുഖമില്ലാതിരിക്കുകയാണ്, കുറേ ആയി. അവിടെ വരെ കയറണമെന്നുണ്ടായി, പക്ഷേ ഞാൻ അത് ഓർത്താണ് ഇവിടെ ഇറങ്ങി വന്നത്. പക്ഷേ അത് കസ്റ്റമർ ഇറക്കിയപ്പോൾ തന്നെ തൊട്ടടുത്ത് തന്നെ എനിക്ക് നജാത്തിലോട്ട് ഒരു ഓട്ടോ അടിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് കയറാൻ പറ്റിയില്ല. പിന്നെ ഇവിടെ ഈ വഴിയൊക്കെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് പഴയ കാലഘട്ടത്തിൽ കുറേ ഓർമ്മകളുണ്ട് ഇവിടെ. നമ്മൾ വെക്കേഷനിലായാൽ പോലും കൂടുതലും ചിലവഴിച്ചേക്കുന്നത് ഇവിടെയാണ്, വയലോടത്താണ്, വെളിയത്തനാട്. അപ്പോൾ ഇവിടുത്തെ കുറേ ഓർമ്മകളുണ്ട് നമ്മുടെ മനസ്സിൽ ഇപ്പോഴും. അപ്പോൾ എന്തായാലും മാമാനെ കാണണമെന്ന് ആഗ്രഹിച്ച് വന്നതാണ്, പക്ഷേ കയറാൻ പറ്റിയില്ല. ഇനി ഒരു ദിവസം എന്തായാലും വരണം. അപ്പോൾ ആ ഓട്ടം നജാത്തിലോട്ട് അടിച്ചേക്കണം. അപ്പോൾ അത് പോയി പിക്ക് ചെയ്യട്ടെ അവിടെ. ഓക്കെ, നമുക്ക് വെളിയത്തനാട് ആ ട്രിപ്പ് അടിച്ച് പോയി. അത് റാപ്പിഡോയിലാണ് അടിച്ചേർന്നത്. അപ്പോൾ അത് കൊണ്ടുവന്നാക്കി തിരിച്ചു വന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പറവൂക്കാട് കഴിഞ്ഞപ്പോൾ ഒരു ഓട്ടോ അടിച്ച്. പറവൂക്കാട് അത് എടുക്കാൻ പറ്റിയില്ല. പിന്നെ അപ്പോഴത്തേക്കും ബൈപ്പാസ് എത്തിയപ്പോൾ ഒരു ഓട്ടോ അടിച്ച് നമുക്ക് റെയിൽവേ സ്റ്റേഷനിലോട്ട്. അതെടുക്കാൻ പോയപ്പോൾ തുടങ്ങി യൂബറിൻ്റെ അടിയിൽ എന്തോ എഴുതി കാണിക്കുന്നുണ്ട്, എന്തോ ഓഫായി പോയിട്ടുണ്ടെന്ന് കൂടെ എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഓട്ടം കിട്ടാൻ ബുദ്ധിമുട്ടാകുന്ന രീതിയിലാണ് അവർ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ എന്ത് സംഭവം അറിയാൻ പാടില്ല. ആ ഓട്ടം കൊണ്ടുപോയി ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞുകൊണ്ട് അപ്പോൾ നമുക്ക് ആലുവപ്പള്ളിയോടെ കൊണ്ടുപോയി വണ്ടി ഒതുക്കി കഴിഞ്ഞ് കഴിഞ്ഞുകൊണ്ട് അത് നോക്കി കഴിഞ്ഞപ്പോൾ എന്തോ സംഭവം ഓഫായി. അങ്ങനെ പിന്നെ അത് ശരിയാക്കി കഴിഞ്ഞ ദിവസം പിന്നെ 2ാമത് ഓട്ടം നമുക്കത് വീണ്ടും ആയി തുടങ്ങി. എന്തോ സംഭവം ഓഫായി പോയതാണത്. ഞാനൊന്ന് പണം ശരിയായിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് റാപ്പിഡോയിലൊരു ഓട്ടോ അടിച്ചിട്ടുണ്ട്. അത് എന്താണെന്ന് നോക്കിയിട്ട് നമുക്ക് ആ റാപ്പിഡോയിൽ അടിച്ച ട്രിപ്പ് ദേശത്ത് SFSൻ്റെ ഫ്ലാറ്റിലാണ് കേട്ടോ. കസ്റ്റമറാണ് ആ പോണത് കേട്ടോ. അപ്പോൾ ഇവിടത്തേക്കാണ് നമുക്ക് റാപ്പിഡോന്ന് ട്രിപ്പ് അടിച്ചേർന്നത്. അപ്പം ഇനി പുറത്തിറങ്ങി നിന്ന് നോക്കാം ഇവിടെ നിന്ന് കിട്ടുമെന്നുള്ളത്. അപ്പം മാരിബാങ്ക് കൊടുത്തു. അപ്പം ഇനിയിപ്പോൾ എന്തായാലും മാരിബിസ്കാരം കഴിഞ്ഞിട്ടാണ് ഇനി അടുത്ത ട്രിപ്പ് എടുക്കണുള്ളൂ എന്തായാലും. അല്ലെങ്കിൽ എങ്ങടെയും അടിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ മാരിബിസ്കാരം അങ്ങോട്ട് പോകും. അപ്പം നമ്മൾ നിസ്കരിക്കാൻ വന്നേക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും നിസ്കരിക്കാറുള്ളത് ഇവിടെ തന്നെയാണ്, സേട്ടുവിൻ്റെ പള്ളിയിൽ. നമ്മൾ ആ പള്ളിയിലാണ് എല്ലാ ദിവസവും ഇവിടെ നിസ്കരിക്കാറ്. ഒന്നല്ലെങ്കിൽ ആലുവ പള്ളിയിൽ നിസ്കരിക്കും, അല്ലെങ്കിൽ ഇവിടെ ഈ സേട്ടുവിൻ്റെ പള്ളിയിൽ നിസ്കരിക്കും. കൂടുതലും ഇവിടെയാണ്, കാരണം ഇവിടെ ബൈപ്പാസിലാണ് നമ്മളെപ്പോഴും ഉണ്ടാവാറ്. പിന്നെ ഓട്ടം കിട്ടി പോവുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പോണ വഴിക്ക് ഏതാ പള്ളിയെന്ന് വെച്ചാൽ അവിടെ നിസ്കരിക്കും. അങ്ങനെയാണ് പോണത്. അപ്പോൾ നിസ്കാരം കഴിഞ്ഞിട്ടാണ് ഇനി ഓൺ ചെയ്യണുള്ളൂ. ഓക്കെ, ഒന്നും പറയണ്ട, നമ്മുടെ വണ്ടി നമുക്ക് പണിയാണ്. മാമയുണ്ട്, മാമാനെ വിളിച്ചിട്ട് ഇരിക്കണേ. നമ്മുടെ ഒരു ഇക്കുണ്ട്. എന്താ പൊന്നോ, ഒന്നും പറയണ്ട.
ചേട്ടത്തിന് എട്ടികളെ മോളെ അപ്പൊ സ്വന്തക്കാരല്ലേ $2000 മേളിൽ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ പറഞ്ഞ പോലെ ഞാനിപ്പോ മാമാനെ ഇവിടെ ആദ്യം കണ്ടപ്പോൾ വിളിച്ചതാണ്. തള്ളിയിട്ടൊന്നും ആവണ ബാറ്ററിക്ക് തീരെ ചാർജ് ഇല്ലാന്ന് പറഞ്ഞു. കാലത്തോടെ ഈ വാണിങ് കത്തുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്താണെന്ന് എനിക്ക് ഒരു പിടുത്തോട്ടുണ്ടായില്ലായിരുന്നു. അപ്പൊ കിടക്കണ മുതല് അപ്പൊ ഇവരൊക്കെ ഉണ്ട് നമ്മളിവിടെ. അവരെല്ലാവരും യൂബർ ഓടുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ഇപ്പോൾ ചാപ്പാടെ മോനെ വിളിച്ചിട്ടുണ്ട് ഷമീറിനെ. അപ്പോൾ അവൻ കോമ്പാറ വൈഫ് ഹൗസിലാണ്. അപ്പോൾ വീട്ടിൽ നിന്നിട്ട് ടൂൾസ് ഒക്കെ എടുത്ത് വരാമെന്ന് പറഞ്ഞൊക്കെ. പിന്നെ എപ്പോൾ ആലുവെന്ന് പോകാൻ പറ്റുന്നൊരു പിടുത്തമില്ല. എന്നിട്ട് ഓട്ടങ്ങളൊക്കെ അങ്ങനെയായിരുന്നു, ഒന്നും പറയണ്ട. കുറച്ച് ഓട്ടങ്ങൾ 2-3 ഓട്ടം ഓടി. ലാസ്റ്റ് ഒരു ഓട്ടം അതിൻ്റെ ഒന്ന് ഓഫ് ചെയ്തപ്പോഴാണ് സ്റ്റാർട്ട് ആവാണ്ടായത്. ലൈറ്റ് കത്തുണ്ടായില്ല. അപ്പോൾ ഇനിയിപ്പോൾ നാളത്തെ വിശേഷം നാളെ കാണാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ പണി എന്താവുന്നുള്ളത് നോക്കട്ടെ. ഓക്കെ, ഗുഡ് നൈറ്റ്.